ഗുഡ് ഈവനിങ്. നമ്മളിന്ന് സെമി കണ്ടക്ടേഴ്സിന്റെ ബേസിക്സ് ആണ് പഠിക്കുന്നത്. പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക് നമ്മുടെ സിലബസ് നിങ്ങൾക്ക് അറിയാം. ബേസിക് ഇലക്ട്രോണിക്സിന്റെ സിലബസിൽ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് പാസീവ് കമ്പോണൻസ് ആണ്. ഇലക്ട്രോണിക് കമ്പോണൻസിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോ അതിനകത്ത് നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് റെസിസ്റ്റേഴ്സ് വരും, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്. അപ്പൊ അതിന്റെ ടൈപ്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ അതിന്റെ കളർ കോഡിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോ സെമി കണ്ടക്ടേഴ്സ്, അതേപോലെ തന്നെ പി എൻ ജംഗ്ഷൻ, അതിനുശേഷം ടൈപ്സ് ഓഫ് ഡയോഡ്സ്, സെമി ഡയോഡ്സ്, അങ്ങനെ കണ്ടിന്യൂ നമ്മൾ പോകും. അപ്പം സെമി കണ്ടക്ടേഴ്സ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്ത് നോക്കി തന്നെ നമുക്ക് കാണാം. റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്നൊക്കെയുള്ള നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എങ്കിലും കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് തന്നെയാണ്. സെമി കണ്ടക്ടേഴ്സ് തന്നെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡയോഡ്സ്, സെമി ഡയോഡ്സ്, ആ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് നോക്കാം. അപ്പൊ ശരിക്കും സെമി കണ്ടക്ടേഴ്സ് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ എനർജി ഗ്യാപ്പ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് സോളിഡ്സിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നൊക്കെ നമ്മൾ അതിനെ പറയും. എനർജി ഗ്യാപ്പ് എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും. അതായത് ഒരു സോളിഡ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ കേട്ടിട്ടുണ്ട് ക്രിസ്റ്റലൈൻ, അമോർഫസ് സോളിഡ്സ് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്, അതുപോലെ അമോർഫസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ആറ്റംസിന്റെ അറേഞ്ച്മെന്റ് വെച്ചിട്ടാണ്. അപ്പൊ അതൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് സോളിഡ്സിന്റെ. അതായത് യൂണിഫോം അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആണെങ്കിൽ അതിനെ നമ്മൾ ക്രിസ്റ്റലൈൻ എന്ന് വിളിക്കും. യൂണിഫോം അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ്. അപ്പോ അതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ സോളിഡ്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ക്രിസ്റ്റലൈൻ, then amorphous. അപ്പൊ ഇത് ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് സോളിഡ്സിന്റെ. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി ബാൻഡ് ഗ്യാപ്പിന്റെ ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. എനർജി ബാൻഡ് ഗ്യാപ്പ്, എനർജി ബാൻഡ്. അപ്പൊ അതിന്റെ ബേസിൽ നമുക്ക് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, then ഇൻസുലേറ്റേഴ്സ്. ശരിക്കും തിരിച്ചാണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് മെയിൻ ആയിട്ടും ഡീൽ ചെയ്തത്. അപ്പം ഈ ഒരു ഏരിയ ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതും ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, ക്രിസ്റ്റലൈൻ, അമോർഫസ് എന്ന് പറയുന്നത്. അത് ആറ്റംസിന്റെ അറേഞ്ച്മെന്റ് ബേസിസ് ആണെങ്കിൽ ഇത് എനർജി ബാൻഡ് അല്ലെങ്കിൽ എനർജി ഗ്യാപ്പിന്റെ ബേസിസിലാണ്. എനർജി ബാൻഡ് ഗ്യാപ്പ് അതിന്റെ ബേസിസിലാണ്. ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇ ജി എന്നൊക്കെ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇ ജി. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് എങ്ങനെയാണ് ഈ ഒരു എനർജി ബാൻഡ് ഗ്യാപ്പ് വെച്ചിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ബാൻഡ് ഡയഗ്രാം വെച്ചിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് സിലിക്കൺ, ജെർമീനിയം ആണ്. സിലിക്കൺ ആൻഡ് ജെർമീനിയം. ഈ സിലിക്കണിന്റെ അല്ലെങ്കിൽ ജെർമേനിയത്തിന്റെ ഒക്കെ ബാൻഡ് ഗ്യാപ്പ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. സിലിക്കണിന്റെ എനർജി ഗ്യാപ്പ് എത്രയാണ്, അതുപോലെ തന്നെ ജെർമേനിയത്തിന്റെ എത്രയാണ്. 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് നമ്മുടെ സിലിക്കൺ സെമി കണ്ടക്ടറിന്റെ ബാൻഡ് ഗ്യാപ്പ്. അതേപോലെ തന്നെ ജെർമേനിയത്തിന്റെ ആണെങ്കിൽ 0.79 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എപ്പോഴും ബാൻഡ് ഗ്യാപ്പ് പറയുന്നത് ജൂളിലല്ല, എനർജിയുടെ യൂണിറ്റ് ആണ്, ഇലക്ട്രോൺ വോൾട്ടിനാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും എനർജി ഗ്യാപ്പിന്റെ വാല്യൂസ്. അപ്പം യൂഷ്വലി സെമി കണ്ടക്ടേഴ്സിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 1 അല്ലെങ്കിൽ 1 റേഞ്ചിൽ ആണ് നമ്മൾ അതിന്റെ ഒരു എനർജി ഗ്യാപ്പ് പറയുന്നത്. അപ്പൊ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു, നമുക്ക് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഒക്കെ അറിയാം. ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ്
ഞാൻ ഈ പറഞ്ഞ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയും. അപ്പൊ ഇത് യൂഷ്വലി സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പോ ഈ ബാൻഡ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എനർജി ലെവൽസ് ചേരുന്നതാണ് ഒരു ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കുറെ എനർജി ലെവൽസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൻഡ് വാലൻസ് ബാൻഡ്. അപ്പോൾ ഈ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് യൂഷ്വലി എപ്പോഴും ഫിൽഡ് ആയിരിക്കും, ഇലക്ട്രോൺസ് ഫിൽഡ് ആയിരിക്കും വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എം ടി ആയിരിക്കും. ഇത് തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് നമ്മുടെ ഇ ജി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ബാൻഡ് ഗ്യാപ്പിനെ കുറിച്ച് പറയാൻ കാര്യം, നമ്മൾ ഇനി ഇൻട്രൻസിക് എക്സ്ട്രൻസിക് ഒക്കെ പറയുമ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഫിൽഡ് ആയിരിക്കും, കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എം ടി ആയിരിക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് എനർജി ഗ്യാപ്പ്. അപ്പോൾ ആ എനർജി ഗ്യാപ്പ് 1 ഇലക്ട്രോൺ വോൾട്ടിന് അടുത്തുള്ള വാല്യൂസ്, ഇപ്പൊ ഞാൻ പറഞ്ഞു സിലിക്കണിന്റെ ജെർമേനിയത്തിന്റെ വാല്യൂസ് പറഞ്ഞു. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ യൂഷ്വലി സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. അപ്പോ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഇ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 6 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ അങ്ങനെ വരുന്നതിനെയൊക്കെ നമുക്ക് ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വാലൻസ് ബാൻഡ് എന്ന് പറയുന്ന ഫിൽഡ് ആയിരിക്കും, കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് യൂഷ്വലി എം ടി ആയിരിക്കും ഒരു സോളിഡിന്റെ കേസിൽ. അപ്പോ ഇവിടെ ഇലക്ട്രോൺസ് ഇവിടുന്ന് എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തണം, അത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ. അപ്പൊ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തണമെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട എനർജി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ഹൈ എനർജി കൊടുത്താൽ മാത്രമേ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് വരുത്തുള്ളൂ. അപ്പം കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് വന്നാലാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ യൂഷ്വലി എനർജി ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് ഈ ഒരു പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. സോ അതിനെ നമ്മൾ കണ്ടക്ട് ചെയ്യാത്ത ഡിവൈസസ് ആണ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ ഇതൊരു ഇൻസുലേറ്റർ ആണ്. ദെൻ എനർജി ഗ്യാപ്പിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. സെമി കണ്ടക്ടർ കേസിൽ അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് പാർഷ്യലി കണ്ടക്ടിങ് ഡിവൈസസ് എന്ന് വിളിക്കാം. ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്, വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഒരു പാർഷ്യലി കണ്ടക്ടിങ് ഡിവൈസ് ആണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്, അതായത് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഇങ്ങനെ ഓവർലാപ്ഡ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഓവർലാപ്ഡ് ആയിരിക്കും, എനർജി ലെവൽസ് തമ്മിൽ ഓവർലാപ്ഡ് ആയിരിക്കും. അപ്പൊ ഇത് കണ്ടക്ടിങ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടക്ടിങ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ഇതെല്ലാം പറഞ്ഞത് എനർജി ഗ്യാപ്പിന്റെ ബേസിസിലാണ്. അപ്പൊ എനർജി ഗ്യാപ്പിന്റെ ബേസിസിൽ നമുക്ക് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്. അപ്പം ഇത് വളരെ ബേസിക് ആയിട്ടാണ്. അതിനകത്ത് ഈ വാല്യൂസ് പഠിച്ചു വെച്ചിരിക്കണം. സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും വാല്യൂസ്. ഈ 0.7 എന്ന് പറയുന്നത് നമ്മൾ പി ജംഗ്ഷന്റെ കേസിൽ ഒരു വാല്യൂ വരുന്നുണ്ട്, 0.7 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഡൗട്ട് വരരുത്. 1.1ഉം 0.79 ഇതാണ് സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും വാല്യൂ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ സിലിക്കൺ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ജെർമേനിയത്തിനെക്കാട്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത് സിലിക്കൺ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ ആണ്. അത് അവൈലബിൾ ആവാൻ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് സിലിക്കൺ യൂഷ്വലി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, ആ സെമി കണ്ടക്ടർ നമ്മൾ യൂഷ്വലി കിട്ടുന്നത് നമുക്ക് സിലിക്കൺ ഡയോക്സൈഡിൽ നിന്നാണ് അല്ലെങ്കിൽ സാൻഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് അതിനെ നമുക്ക് ഒരു ഈസിലി അവൈലബിൾ സെമി കണ്ടക്ടർ. അതുകൊണ്ടാണ് സിലിക്കൺ നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത് ജെർമേനിയത്തിനെയും കാട്ടി. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, അല്ലെങ്കിൽ സിലിക്കൺ കൂടുതൽ യൂസ് ചെയ്യാറുള്ള ഒരു കേസ് എന്ന് പറയുന്നതാണ്. അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ബേസിക് 2 എക്സാമ്പിൾസ് ആണ് സിലിക്കൺ, ജെർമേനിയം എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പം സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സെമി കണ്ടക്ടേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക്. അപ്പം സെമി കണ്ടക്ടേഴ്സിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് നമുക്ക്
അതിന്റെ ഡോപ്പിംഗ് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, അതായത് സാൻഡിൽ നിന്നും നമുക്ക് ഈസിലി എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ആണ് ഈ സിലിക്കൺ എന്ന് പറയുന്നത്. അപ്പം ഈ സിലിക്കൺ എന്ന് പറയുന്നത് സാൻഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഈ സിലിക്കൺ എന്ന് പറയുന്നത് പ്യുവർ സിലിക്കൺ ആയിരിക്കും, പ്യുവർ ആയിരിക്കും. അപ്പം ഒരു സിലിക്കൺ സെമി കണ്ടക്ടർ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് വേറെ ഒരു കമ്പോണൻസും ഇല്ല, പ്യുവർ ആയിട്ടുള്ള ഒരു സിലിക്കൺ ആണ്. അതിങ്ങനെ കോവാലന്റ് ബോണ്ട് വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. കോവാലന്റ് ബോണ്ടിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഷെയറിംഗ് ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ്. അതിനാണ് ആ ഒരു ബോണ്ടിങ് സ്ട്രക്ചറിനെയാണ് കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സിലിക്കൺ ക്രിസ്റ്റൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ യൂണിഫോം ആയിട്ട് ആറ്റംസ് ഒരു ക്രിസ്റ്റലൈൻ അറേഞ്ച്മെന്റിൽ അല്ലെങ്കിൽ ഒരു യൂണിഫോം അറേഞ്ച്മെന്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിലിക്കൺ ക്രിസ്റ്റൽ, അത് പ്യുവർ ആയിരിക്കും. അതിനകത്ത് വേറെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്യുവർ ആയിരിക്കും. അങ്ങനെയുള്ള പ്യുവറസ്റ്റ് ഫോമിലുള്ള ഒരു സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ യൂഷ്വലി ഒരു സിലിക്കൺ ജെർമേനിയം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിട്ട് എടുക്കാം. അപ്പൊ ഇൻട്രിൻസിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ പ്യുവർ സെമി കണ്ടക്ടർ. പ്യുവറസ്റ്റ് ഫോമിലുള്ള സെമി കണ്ടക്ടറിനെയാണ് ഇൻട്രിൻസിക് എന്ന് വിളിക്കുന്നത്. അപ്പോ അതിനകത്ത് 1-2 പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് നിർത്തിയാൽ പോരാ. അതിനകത്ത് തന്നെ 2 കേസസ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു ഇപ്പൊ സിലിക്കണിനകത്ത് സിലിക്കൺ മാത്രമേ കാണൂ. ഇനി നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം, സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ ആണ്, അറ്റോമിക് നമ്പർ 14 ആണ്. കാരണം സെമി കണ്ടക്ടർ ആയതുകൊണ്ടും ഏറ്റവും കൂടുതൽ ഈസിലി അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ആയതുകൊണ്ടും നമുക്ക് സിലിക്കൺ അറ്റോമിക് നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 14 ആണ്. അപ്പൊ അതിന്റെ വാലൻസി നമ്മൾ 284 ആണ് അതിന്റെ ഒരു ഷെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 4 ആണ് അതിന്റെ വാലൻസി. ജെർമേനിയത്തിന്റെയും വാലൻസി 4 ആണ്, പക്ഷെ അറ്റോമിക് നമ്പർ 32 ആണ്, വാലൻസി 4 ആണ്. അപ്പം രണ്ടിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സിലിക്കൺ പ്യുവർ സിലിക്കൺ ക്രിസ്റ്റൽ വരയ്ക്കുവാണ്. അപ്പൊ ഒരു സിലിക്കൺ വരച്ചു, അതിന് ചുറ്റും 4 ഇലക്ട്രോൺസ് കാണും. അങ്ങനെ ഒരു സിലിക്കൺ സെമി കണ്ടക്ടർ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ 4 ഇലക്ട്രോൺസ് ഉള്ള കുറെ സിലിക്കൺ ആറ്റംസ് കാണും. ഈ ഇലക്ട്രോൺസ് എല്ലാം തമ്മിൽ ഷെയർ ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഈ ഇലക്ട്രോൺസ് എല്ലാം നിയറസ്റ്റ് സിലിക്കൺ ആറ്റംസുമായിട്ട് ഷെയർ ചെയ്ത് നിൽക്കുമായിരിക്കും. കാരണം അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്, എല്ലാ ഇലക്ട്രോൺസും ഇവിടെ ഷെയർ ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല, നോ ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ ഒരു ഇൻസുലേറ്റർ എന്ന് വിളിക്കാം. അപ്പൊ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ ഞാൻ ഇൻസുലേറ്റർ എന്ന് വിളിക്കും. അത് വിളിക്കുന്നത് T=0 കെൽവിനിലാണ്. 0 കെൽവിനില് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, പ്യൂറസ്റ്റ് ഫോമിലുള്ള ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, 0 കെൽവിനില് അതൊരു ഇൻസുലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും. സെമി കണ്ടക്ടർ ആണെങ്കിലും 0 കെൽവിനിൽ ഒരു എക്സെപ്ഷണൽ കേസ് ആണ്, അതൊരു ഇൻസുലേറ്റർ ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇലക്ട്രോൺസും ഷെയർ ചെയ്ത് നിൽക്കുവാണ്, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, നോ ഫ്രീ ഇലക്ട്രോൺസ്. അത് കാരണം നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. ദെൻ നമുക്ക് ഇതിനെ ഒരു സെമി കണ്ടക്ടർ എന്നും പറയാം. വേറെ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ എടുക്കുവാണെങ്കിൽ ഒരു 50 കെൽവിൻ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ സെമി കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്യുവാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിന്റെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. അപ്പൊ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ അവിടെ ഫ്രീ ആവുകയാണ്, അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവുകയാണ്. ഒരു ഇലക്ട്രോൺ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ആ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി ഇരിക്കുവാണ്, ആ കുട്ടി എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുക, ആ എഴുന്നേറ്റ് പോകുന്ന ആ കുട്ടിയാണ് അവിടുത്തെ ഇലക്ട്രോൺ, അതാണ് മൂവ് ചെയ്യുന്നത്. അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വേക്കൻസിയാണ്, ആ വേക്കൻസി നമ്മൾ ഹോൾ എന്ന് പറയും. അപ്പൊ ഇവിടെ ഞാൻ ഹീറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ഒരു ഇലക്ട്രോൺ ഫ്രീ ആയി ഒരു ഹോള് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാം ഒരു ഇലക്ട്രോണും ഒരു ഹോളും അവിടെ ജനറേറ്റ് ചെയ്യും. ഒരു പെയർ ആയിട്ടായിരിക്കും ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാം ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും ഈക്വൽ ആയിരിക്കും. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും ഈക്വൽ ആയിരിക്കും.
അതിന്റെ ഒരു എക്സെപ്ഷണൽ കേസ്. അപ്പൊ രണ്ട് കേസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഇൻട്രിൻസിക്കിനകത്ത് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻട്രിൻസിക്കിനകത്ത് രണ്ട് കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, 0 കെൽവിനില് അത് ഇൻസുലേറ്റർ ആണ്, ഇൻസുലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യും. ബാക്കിയുള്ള ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ T നോട്ട് ഈക്വൽ ടു 0 നമുക്ക് പറയാം അവിടെ ഇലക്ട്രോൺസും ഹോൾസിന്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആയിരിക്കും. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു ഹോൾ കോൺസെൻട്രേഷൻ. ഇത്രയും ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണ് സർ. ഓക്കെ. അപ്പൊ ആ ഇന്റൻസിറ്റിന്ന് അത്രയും രണ്ട് പോയിന്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ ഈ പറഞ്ഞ അറ്റോമിക് നമ്പർ, അതുപോലെ തന്നെ സിലിക്കന്റെ ജെർമേനിയത്തിന്റെയും എനർജി ബാൻഡ് ഗ്യാപ്പ്, അതേപോലെ സെമി കണ്ടക്ടർ ഇൻട്രിൻസിക്കിന്റെ രണ്ട് കേസ് പറഞ്ഞു. 0 കെൽവിനിൽ അതൊരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ബാക്കിയുള്ള ടെമ്പറേച്ചറിൽ അത് ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും ഈക്വൽ ആയിരിക്കും. ആ രണ്ട് പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അതിന്റെ ഒരു ബാൻഡ് ഡയഗ്രം നോക്കുവാണെങ്കിൽ നമ്മൾ അതിന്റെ ഫെർമി ലെവലൊക്കെ ഒരു കൺസെപ്റ്റിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഫെർമി ലെവൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്ത് ഞാൻ പറഞ്ഞു ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും ഈക്വൽ ആയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിന്റെ എഡ്ജ്. അതിന് ഞാൻ EC വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് വാലൻസ് ബാൻഡിന്റെ എഡ്ജ് ആണ്. ഇത് EV വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ നടുക്കുള്ള എനർജി ലെവലാണ് ഇൻട്രിൻസിക് ലെവൽ എന്ന് പറയും, EI. അപ്പൊ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്ത് ഇപ്പൊ നമ്മൾ ഇനി ഒരു ഫെർമി ലെവൽ എന്ന് പറയുന്ന ഒരു ലെവൽ വെച്ചിട്ടാണ് ഈ നമ്മൾ ബാൻഡുകളെയൊക്കെ കാണിക്കുന്നത്. അപ്പം ഈ ഫെർമി ലെവലും ഇൻട്രിൻസിക് ലെവലും ഒരേ ലെവലിലാണെങ്കിൽ അതൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിരിക്കും. അപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്ത് ഫെർമി ലെവലിന്റെ ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്ത് ഫെർമി ലെവലിന്റെ ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് മിഡിൽ ഓഫ് ബാൻഡ് ഗ്യാപ്പ് ആയിരിക്കും. ഫെർമി ലെവലിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്ട്രിൻസിക് കൂടെ പറഞ്ഞു കഴിയുമ്പോൾ. മിഡിൽ ഓഫ് ബാൻഡ് ഗ്യാപ്പ് EGയുടെ നടുക്കായിരിക്കും. ഇതാണ് EG എന്ന് പറയുന്നത്, ഇതാണ് എനർജി ഗ്യാപ്പ്. ECയും EVയും തമ്മിലുള്ള ഡിഫറൻസ്. അതിന്റെ നടുക്ക് വരുന്നതാണ് നമ്മുടെ EF എന്ന് പറയുന്നത്. EI എപ്പോഴും നടുക്കായിരിക്കും. EI എന്ന് പറയുന്നത് ഇൻട്രിൻസിക്കിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെവലാണ്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഹോൾ കോൺസെൻട്രേഷൻ ഈക്വൽ ആണോ എന്ന് കാണിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഫെർമി ലെവൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഇൻട്രിൻസിക് ആണോ എക്സ്ട്രിൻസിക് ആണോ അല്ലെങ്കിൽ ഡോപ്പിങ്ങിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് EF. ഡോപ്പിംഗ് ലെവലാണ് ശരിക്കും അത്. അപ്പം EF എന്ന് പറയുന്നത് നടുക്കാണെങ്കിൽ അത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിരിക്കും. ഇനി EF മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ മാറുന്നതനുസരിച്ച് അതിന്റെ പേര് N ടൈപ്പ് എന്നോ P ടൈപ്പ് എന്നോ ഒക്കെ ആവും, അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആവും. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത്രയും പോയിന്റ്സ് ഒരു ഇൻട്രിൻസിക്കിനെ കുറിച്ച് മാത്രം അറിഞ്ഞിരിക്കണം. എവിടാണ് ഫെർമി ലെവലിന്റെ ലൊക്കേഷൻ? ഫെർമി ലെവല് നടുക്കായിരിക്കും. ദെൻ ഒരു 0 കെൽവിനിൽ അതൊരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ബാക്കിയുള്ള സമയം അത് ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും ഈക്വൽ ആയിരിക്കും. അപ്പം ഇനി നമുക്ക് അടുത്ത എക്സ്ട്രിൻസിക്കിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പഠിച്ചേക്കുന്നത് ഒരു ബേസിക് സിലിക്കൺ സെമി കണ്ടക്ടർ, പ്യൂറസ്റ്റ് ഫോമിലുള്ള ഒരു സെമി കണ്ടക്ടറിന്റെ കാര്യമാണ് പഠിച്ചത്. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഡോപ്പിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ കയ്യിലുള്ളത് ഒരു പ്യൂറസ്റ്റ് ഫോമിലുള്ള സിലിക്കൺ ആണ്. അതായത് നമ്മുടെ സാൻഡിൽ നിന്നും കിട്ടിയേക്കുന്ന ഒരു പ്യൂറസ്റ്റ് ഫോമിലുള്ള സിലിക്കൺ. ഈ സിലിക്കണിനെ ഞാൻ ഡോപ്പിംഗ് ചെയ്യുവാണ്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റി ടു ദ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പൊ ഈ സിലിക്കൺ എന്ന് പറയുന്നത് ശരിക്കും പ്യുവർ ആണ്, ഇൻട്രിൻസിക് ആണ്. അതിനെ ഞാൻ ഡോപ്പിംഗ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സെമി കണ്ടക്ടർ ആണ് എക്സ്ട്രിൻസിക്. അപ്പൊ എക്സ്ട്രിൻസിക്കിനെ ഒറ്റ വാക്കി പറയാം, ഡോപ്ഡ് സെമി കണ്ടക്ടർ. ഡോപ്ഡ് സെമി കണ്ടക്ടർ ആണ് എക്സ്ട്രിൻസിക്. അപ്പൊ എങ്ങനെയൊക്കെ ഡോപ്പ് ചെയ്യാം, അതിന്റെ എക്സ്ട്രിൻസിക്കിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതൊക്കെയാണ് ഇനി വരുന്നത്. അപ്പൊ എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, N ടൈപ്പും ഉണ്ട് P ടൈപ്പും ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ ഡോപ്പിംഗ്. അപ്പൊ ഡോപ്പിംഗ് എന്താണ്? കണ്ടക്ടിവിറ്റി കൂട്ടുക. ഒരു സെമി കണ്ടക്ടറിന്റെ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഡോപ്പിംഗ് ചെയ്യുന്നത്. ഇനി വേറെ ഏതൊക്കെ മെത്തേഡ്സ് വെച്ച് നമുക്ക് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും മതി. ടെമ്പറേച്ചർ റൈസ് ചെയ്താലും നമുക്ക് കണ്ടക്ടിവിറ്റി കൂട്ടാം.
അതേപോലെ തന്നെ ചില ക്രിസ്റ്റലിലൊക്കെ ഡിഫക്ട്സ് ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് അത് ഡോപ്പിങ്ങിന് ഇക്വലന്റ് ആണ്, അത് ഒരു ഇമ്പ്യൂരിറ്റി ആണ്. ശരിക്കും ഒരു ക്രിസ്റ്റൽ ഡിഫക്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി ആണ്. അപ്പം പല രീതിയിൽ നമുക്ക് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. അപ്പം നമുക്ക് ഡോപ്പിങ്ങിനെ കുറിച്ച് നോക്കാം. ഡോപ്പിംഗ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡോപ്പിംഗ്. അത് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മുടെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഡോപ്പ് ചെയ്ത് കിട്ടുന്ന ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ എക്സ്ട്രിൻസിക് എന്ന് വിളിക്കും. രണ്ട് ടൈപ്പ് ഓഫ് ഡോപ്പിംഗ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന രണ്ട് സെമി കണ്ടക്ടറിനെയാണ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ആ രണ്ട് ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒന്ന് ഇൻട്രിൻസിക്കും മറ്റൊന്ന് എക്സ്ട്രിൻസിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു എൻ ടൈപ്പ് കിട്ടണമെങ്കിൽ ഏതൊക്കെ ഇമ്പ്യൂരിറ്റീസ് വെച്ച് ഡോപ്പ് ചെയ്യണം? അത് ഒന്ന് ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇതൊക്കെയാണ്. അതിൽ ആദ്യത്തെ മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആർസനിക്, ഫോസ്ഫറസ്, ആന്റിമണി ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അതേപോലെ തന്നെ പി കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡോപ്പിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞേക്കുന്നത് ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. എന്താണെന്ന് ഞാൻ പറയാം. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ്, ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്നുമാണ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ്. അപ്പൊ നിങ്ങൾ പേരിനകത്ത് തന്നെ മനസ്സിലാവും. പെന്റാവാലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വാലൻസി, 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളതാണ് പെന്റ. ട്രൈ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡോപ്പ് ചെയ്യാൻ പോകുന്നത് സിലിക്കണയാണ്. അപ്പൊ നമ്മൾ സിലിക്കൺ ഉണ്ട്, പ്യൂറസ്റ്റ് ഫോമിലുള്ള സിലിക്കണെ, അതിന്റെ കൂടെ ഞാൻ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുവാണ്, പെന്റ. അപ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു എൻ ടൈപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാനിവിടെ സിലിക്കൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പെന്റയാണ്, 5 എണ്ണമാണ്. ഇതില് 4 എണ്ണവും ഇതിനകത്ത് 4 എണ്ണവും തമ്മിലാണ് ഷെയറിംഗ് നടക്കുന്നത്. ഷെയറിംഗ് മീൻസ് ആ ഒരു ഒക്ടറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ 8 എണ്ണം കോവാലന്റ് ബോണ്ടിങ് ഫോം ചെയ്യാൻ വേണ്ടി 4 കൂടാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാ വരുന്നത് ഒരെണ്ണമാണ്. ഒരെണ്ണം എക്സ്ട്രാ വരും, ഒരു ഇലക്ട്രോൺ അവിടെ എക്സ്ട്രാ വരും. 4 ഷെയർ ചെയ്യുവാണ്, ഒരെണ്ണം എക്സ്ട്രാ വരും. അപ്പൊ അതാണ് ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സിലിക്കൺ ഉണ്ട്, പ്യൂറസ്റ്റ് സിലിക്കൺ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഒരു എസ് പി എന്ന് പറഞ്ഞ എന്താണ്? ആന്റിമണിയാണ്. ഒരു ആന്റിമണി നമ്മൾ ഇവിടോട്ട് ആഡ് ചെയ്തേക്കണം. ഒന്നല്ല, ശരിക്കും അത് വളരെ കൂടിയ ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ആന്റിമണി ഇവിടെ ആഡ് ചെയ്തേക്കും നമുക്ക് കാണാം. ആന്റിമണി എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 5 ഇലക്ട്രോൺസ് ഉണ്ട്, പെന്റാവാലന്റ് ആണ്. അപ്പൊ ഇവിടെ കാണാം 4 എണ്ണം ഇവിടെ ഷെയർ ചെയ്ത് പോകുന്നു. 1 2 3 4 4 എണ്ണം ഷെയർ ചെയ്ത് പോയി. ഇതൊരെണ്ണം ഫ്രീ ആണ്. ഈ 5th ഇലക്ട്രോൺ ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ 5th ഇലക്ട്രോൺ ആണ് ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺ, അല്ലെങ്കിൽ നമുക്ക് പറയാം അതിന്റെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജ് ക്യാരിയർ ആയിട്ട് നിൽക്കുന്നത് ആ ഫ്രീ ഇലക്ട്രോൺ ആണ്. അപ്പൊ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺ ഇവിടെ വരാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പെന്റാവാലന്റ് ആഡ് ചെയ്തുകൊണ്ടാണ്. ഒരു ഫോസ്ഫറസ് ആഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു ആന്റിമണി ആഡ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പൊ ശരിക്കും അത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഫോസ്ഫറസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അതിന്റെ കൂടെ തന്നെ ഓർത്തോണം അവിടെ ഒരു അയോണും ഉണ്ടാവുന്നുണ്ട്. ഒരു ഫോസ്ഫറസ് അയോണും ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇതിനകത്ത് ഈ ഇലക്ട്രോൺ ആണ് നമ്മുടെ മൂവിങ് ചാർജ് കാരിയർ. മനസ്സിലാക്കേണ്ടതാണ്, മൂവിങ് കാരിയർ എന്ന് വിളിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഈ അയോൺ എന്ന് പറയുന്നത് ഇമ്മൊബൈൽ ആണ്, മൂവ് ചെയ്യത്തില്ല. ഇതൊരു ഇമ്മൊബൈൽ അയോണുമാണ്. അപ്പൊ ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ്, അതാണ് പി എന്ന് പറയുന്ന ന്യൂട്രൽ ആറ്റം ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഒരു മൂവിങ് ചാർജ് കാരിയർ ഇലക്ട്രോൺ ഉണ്ടാവും, ഒരു ഇമ്മൊബൈൽ. ആ മൂവിങ് ഇലക്ട്രോൺ ആണ് ഇവിടെ 5th വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ചാർജ് കാരിയർ. അപ്പൊ നമ്മൾ ഒരു ആന്റിമണി ആഡ് ചെയ്തപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടായി. അങ്ങനെ ഒരുപാട് ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇലക്ട്രോൺസ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടുത്തെ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇലക്ട്രോൺ ഈസ് ദ
മെജോറിറ്റി കാരിയർ ആൻഡ് ഹോൾ ഈസ് ദ മൈനോറിറ്റി കാരിയർ. ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് പെട്ടെന്ന് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ. എന്നിനെ എന്ത് വെച്ച് ഡോപ്പ് ചെയ്താലാണ് എന്ന് കിട്ടണമെങ്കിൽ ഇൻട്രിൻസിക്കലി എന്ത് വെച്ച് ഡോപ്പ് ചെയ്യണം? പെന്റാവാലന്റ്. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ. പെന്റ മീൻസ് 5 ആണ്, 4 + 4 എക്സ്ട്രാ ഒരെണ്ണം എക്സ്ട്രാ വരുവാണ്. അവിടെ ഫ്രീ ഇലക്ട്രോൺ ഒരെണ്ണം എക്സ്ട്രാ വരുവാണ്. അതുകൊണ്ട് തന്നെ ഈ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസിന് മറ്റൊരു പേരുണ്ട്. ഇതിന്റെ പേരെന്ന് പറയുന്നത് ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആണ്. ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെയാണ്. ഡോണർ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡോണർ അയോൺസ്. ഇവിടെ ഈ പ്ലസ് അയോൺ എന്ന് വിളിക്കുന്ന ഈ ഇമ്മൊബൈൽ അയോണിനെ നമുക്ക് ഡോണർ അയോൺ എന്ന് വിളിക്കാം. ഡോണർ അയോൺ എക്സ്ട്രാ വരുന്നതുകൊണ്ടാണ് ഡോണേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതോട് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ്, ഏതൊക്കെയാണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ്, ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മെജോറിറ്റി പറഞ്ഞു. ഇതിനകത്ത് എങ്ങനെയാ മൈനോറിറ്റി വരുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഇത് ഞാനിപ്പോ വരച്ചേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ 0 കെൽവിനുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് നോക്കുക. ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി ഇവിടെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട്. ഇത് നേരെ അങ്ങ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. വീണ്ടും ഇവിടുന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യും. കാരണം ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ കൂടി ഫ്രീ ആവും. ഇവിടെ ഒരു ഹോളും ഉണ്ടാവും, ഒരു വേക്കൻസി ഉണ്ടാവും. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തം 2 ഇലക്ട്രോണും ഒരു ഹോളുമായി. അതായത് അങ്ങനെ 2 ഒന്നെന്നുള്ള കണക്കല്ല. അതായത് നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഹോൾ എന്ന് പറയുന്നത് അതിൽ കുറവായിരിക്കും. കാരണം ഇവിടെ 2 ഇലക്ട്രോൺ വന്നപ്പോൾ ഒരു ഹോളേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഹോളും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഹോൾ എന്ന് പറയുന്ന ഒരു മൈനോറിറ്റി ആയിരിക്കും. അപ്പൊ ഇലക്ട്രോൺസ് മാത്രമല്ല ഇതിനകത്തുള്ളത്, ഹോൾസും ഉണ്ട്. അപ്പൊ ഹോൾ എന്ന് പറയുന്നതിനകത്ത് ഒരു മൈനോറിറ്റി ആയിരിക്കും. ഇതിനകത്ത് മെജോറിറ്റി ഇലക്ട്രോണും ഹോൾ എന്ന് പറയുന്നത് മൈനോറിറ്റി ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൻ ടൈപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. എൻ ടൈപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഫോസ്ഫറസ്, ആർസനിക് ഇതുപോലുള്ള പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അവിടെ 2 കാര്യം പറഞ്ഞു. മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആയിരിക്കും, ഹോൾ എന്ന് പറയുന്നത് മൈനോറിറ്റി ആയിരിക്കും. ഇനി നമുക്ക് അതിന്റെ കൂടി ബാൻഡ് ഡയഗ്രാം ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ച് കാണിക്കാം. അതും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ബാൻഡ് ഡയഗ്രാം നമ്മൾ പിന്നീട് വന്നപ്പോൾ അത് ഫെർമി ലെവൽ വെച്ച് വരച്ച് പഠിച്ചു. അതായത് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. വാലൻസ് ബാൻഡ് ഫീൽഡ് ആയിരിക്കും. ഇവിടെ കണ്ടക്ഷൻ ബാൻഡിന് അടുത്താണ് നമ്മുടെ ഇമ്പ്യൂരിറ്റി ലെവൽ. കാരണം ഇവിടെ ഒരു എക്സ്ട്രാ ലെവലൂടെ വരും. കാരണം നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതാണ് ഒരു എനർജി ലെവലൂടെ വരും. ആ എനർജി ലെവലിനെ നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റി എന്നാണ് വിളിക്കുന്നത്. ഡോണർ ഇമ്പ്യൂരിറ്റി, അതാണ് ഇ ഡി എന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയ്ക്കാണ് ഇ ഡി ഫോം ചെയ്യുന്നത്. ഇ ഡി എന്ന് പറയുന്നത് ഈ കണ്ടക്ഷൻ ബാൻഡിന് അടുത്തായിരിക്കും. അങ്ങനെയുള്ള സെമി കണ്ടക്ടറിനെയാണ് എൻ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത് ഡോണർ ഇമ്പ്യൂരിറ്റി ലെവൽ. ഈ ഇമ്പ്യൂരിറ്റി ലെവലിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫെർമി ലെവൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചും നമുക്ക് ഇതിനെ കാണിക്കാം. അതായത് കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻട്രിൻസിക് എന്ന് പറയുന്നത് എപ്പോഴും നടുക്കായിരിക്കും. ഇപ്പൊ ഇതൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. കാരണം ഇ ഐ വെച്ചിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തേക്കുവാണ്. ഇനി ഇ എഫ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും ഒക്കെ ആക്കി മാറ്റുന്നത്. ഇ എഫ് ഇ ഐ ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ അത് ഇൻട്രിൻസിക് ആണ്. ഇ എഫ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന് അടുത്ത് വരയ്ക്കുവാണെങ്കിൽ അത് എൻ ടൈപ്പ് ആയിരിക്കും. ഇ എഫ് എന്ന് പറയുന്നത് വാലൻസ് ബാൻഡ് അടുത്താണ് വരയ്ക്കുന്നതെങ്കിൽ അത് പി ടൈപ്പ് ആയിരിക്കും. ഈ ഇ ഡിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഇവിടെ ഇ എഫ് എന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡോണർ ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന് അടുത്ത് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ലെവൽ കണ്ടക്ഷൻ ബാൻഡിന് അടുത്ത് വരുവാണെങ്കിൽ അത് എൻ ടൈപ്പ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഡോണർ ലെവൽ വരെ ഞാനിവിടെ ഫെർമി ലെവൽ യൂസ് ചെയ്യുന്നു. ഫെർമി ലെവൽ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് പറയാം അതും കണ്ടക്ഷൻ ബാൻഡിന് അടുത്താണെങ്കിൽ നമുക്ക് പറയാം സെമി കണ്ടക്ടർ എൻ ടൈപ്പ് ആയിരിക്കും. ഇതാണ് ഒരു എൻ ടൈപ്പിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു ഇമ്പ്യൂരിറ്റി ഒരു ആന്റിമണി ആഡ് ചെയ്തപ്പോ ഇവിടെ ഒരു ഇലക്ട്രോൺ ഫോം ചെയ്തു. ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ദെൻ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഇലക്ട്രോൺ അങ്ങ് കണ്ടക്ഷൻ ബാൻഡിൽ ചെല്ലും. ഇവിടുന്ന് വീണ്ടും ഇലക്ട്രോൺസ് ഇങ്ങനെ എക്സൈറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് പോകും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോൺസ് വന്നു, ഇവിടെ ഒരു ഹോള് ഫോം ചെയ്യും. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സ്ട്രക്ചർ വെച്ചിട്ട് പറഞ്ഞത്. ബാൻഡ് ഡയഗ്രം വെച്ച് വരുവാണെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ. അതായത് നമുക്കിവിടെ ഇമ്പ്യൂരിറ്റി ലെവൽ ഉണ്ട്, അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, അത് ആദ്യം കണ്ടക്ഷൻ ബാൻഡിലെത്തും. അതോടൊപ്പം തന്നെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഹോൾസ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കൂടുതലും ഇലക്ട്രോൺസ് ആയിരിക്കും, കുറച്ച് ഹോൾസ് വാലൻസ് ബാൻഡിൽ ഉണ്ടാവും.
അപ്പൊ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കാണുന്നത്, ഫ്രീ ഇലക്ട്രോൺസ് കാണുന്നത് കണ്ടക്ഷൻ ബാൻഡിലും ഹോൾസ് കാണുന്നത് വാലൻസ് ബാൻഡിലും ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ഹോൾസ് ഇൻ ദ വാലൻസ് ബാൻഡ്. അതുകൊണ്ടാണ് ഹോൾ മൈനോറിറ്റി ആയി പോയത്, ഇലക്ട്രോൺ മെജോറിറ്റി ആയത്. അപ്പൊ ഇതാണ് ഒരു എൻ ടൈപ്പിന്റെ സ്ട്രക്ചർ.